എന്താ പ്രശ്നം വേണോട്ടാ? അല്ല, രണ്ടു കുടുംബങ്ങളുടെ സ്ഥിതി രണ്ട് തരത്തിലാണല്ലോ. അപ്പോ നമ്മൾ വർമ്മ സാറിന്റെ കുടുംബക്ഷേത്രത്തിലുള്ള ചടങ്ങിലേക്ക് പോകുമ്പോ അവിടെ എന്തെങ്കിലും വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്യണ്ടേ? ഇതാണോ ഇത്ര വലിയ പ്രശ്നം? അതൊക്കെ ഞാൻ യാമിനി മേഡത്തിനെ വിളിച്ചു ചോദിച്ചോളാം. നിങ്ങൾ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇത് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കൈ തന്നെയാണ്. ത്രയംബകം വില്ലൊടിച്ച് രാജകുമാരിയായ സീതയെ സ്വയംവരം ചെയ്ത രാമചന്ദ്രന്റെ കൈ. സുഖസൗകര്യങ്ങൾക്കിടയിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്ന മോളാണ്. ഇപ്പോ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ മോള് തയ്യാറായിക്കും. തെറ്റേതാണെന്നോ ശരി ഏതാണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ എന്നും ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്റെ ശരികൾ ഹൃദികമ്മടത്തെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനാ? എന്റെ ജീവിതത്തില് എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഹൃദികമ്മടത്ത് ചിന്തിച്ച് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ എന്നും ആ വലിയ കൊട്ടാരത്തിന്റെ രാജകുമാരിയായ ഹൃദികമ്മടത്തിന്റെ സേവകനായിട്ട് നിലകൊള്ളാൻ മാത്രമാണ് ആഗ്രഹിക്കുന്ന. ഞാൻ ഹൃദികമ്മടത്ത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം മാഡം, ക്ഷമിക്കണം. രാജു, I love you.